ഹായ് ഗൈസ്, നമുക്കിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റിയാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റിയാ. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ ഞാൻ തയ്യാറാക്കുന്ന ഫ്രൂട്ട് കസ്റ്റേർഡ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ആപ്പിളും പേഴ്സും എല്ലാം കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ടിന്നിലെ ഫ്രൂട്ട്സ്, പിന്നെ കസ്റ്റേർഡ് 2 ടേബിൾ സ്പൂൺ, മെഷറിംഗ് കപ്പ്, പിന്നെ പാല് 500 ml മിൽക്കാണ് നമുക്ക് വേണ്ടത്. പിന്നെ 5 ടേബിൾ സ്പൂൺ മിൽക്ക്. നമുക്ക് ആദ്യം സോസ് പാൻ ആദ്യം ഒന്ന് ചൂടാക്കി 500 ml മിൽക്ക് ഇതിൽ ആദ്യം ഒഴിക്കാം. ആദ്യം ഈ മെഷറിംഗ് കപ്പിൽ നമുക്ക് 500 ml മിൽക്ക് എടുക്കാം. എന്നിട്ട് സോസ് പാനിൽ വെച്ച് ചൂടാക്കാം. സോസ് പാനിൽ നമ്മളൊക്കെ അത് ചൂടാക്കാം. നമ്മൾ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാകണം. 3 എന്നിട്ട് നമുക്ക് ഇച്ചിരി ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാൻ. 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതുപോലെ നമുക്ക് ഇനിയും കസ്റ്റേർഡ് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കസ്റ്റേർഡ് ആഡ് ചെയ്യുമ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് ഇട്ടിട്ട് തണുത്ത പാലിൽ വേണം അത് മിക്സ് ചെയ്യാൻ. 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇത് തണുത്ത പാലിൽ ചേർത്ത് ഇനി ഇതിൽ മിക്സ് ചെയ്തിടണം. ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് നമ്മൾ ഇടണം. എന്നിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ക്രീമി കൺസിസ്റ്റൻസി വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റോളം നമ്മളിത് ചെയ്യണം, കട്ട കെട്ടാതിരിക്കാൻ. അതുപോലെ നല്ല ക്രീമി കൺസിസ്റ്റൻസി അത് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് അത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ഫ്രൂട്ട്സ് ഇടാൻ. ഇനി അത് ഓഫ് ചെയ്യാം. ഇനിയും നമുക്ക് വേറെ പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. തണുത്തിട്ട് വേണം ഫ്രൂട്ട്സ് ഇടാൻ. അങ്ങനെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രത്തിലാക്കി ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് ഫ്രൂട്ട്സ് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡിയാക്കാം.